കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1149 ഗൈസ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും സോളോ ലെവലിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന്. അതെന്തായാലും കുറച്ചുകൂടി നിന്നേക്കണം. കാര്യം നമ്മൾ മൺഡേ തൊട്ടായിരിക്കും സോളോ ലെവലിങ്ങിന്റെ സൈഡ് സ്റ്റോറീസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ് മുൻകൂർ ജാമ്യം എടുക്കുവാണ്. പുറത്ത് നല്ല മഴയുണ്ട്. സോ എപ്പോൾ വേണമെങ്കിലും മഴ കൂടാം, എപ്പോൾ വേണമെങ്കിലും മഴ കുറയാം. സോ അതിനനുസരിച്ച് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. അധികമൊന്നും താമസിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം പറഞ്ഞേക്കാം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വൺ പീസിൻ്റെ മാങ്ക കോട്ടപ്പായ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. കാര്യം നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചാണ് നമുക്കും കുറച്ചൊരു എനർജി കിട്ടത്തുള്ളത്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നാമിയും ബാക്കിയുള്ളവർ എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി. അതാരാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഗബാൻ പൈററ്റ് കിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാൻ ആ ഒരു യുദ്ധത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഷോമേസ് ആട്ടെ വേദന കൊടുക്കുന്ന കാറുമാണ്. ഈ ഒരു സമയത്ത് ഉസോപ്പും ചോദിക്കുന്നുണ്ട്, അല്ല നീ ആരാണ്, നീ എന്താണ് ചെയ്തത്, നിന്റെ അറ്റാക്ക് എങ്ങനെയാണ് അവൻ്റെ മേത്ത് വർക്കായത്? ഞാൻ കുറച്ച് പഴയ ആളാണെന്നും പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു ആക്സ് കിടന്ന് കറക്കിയിട്ട് നേരെ ഷോമേസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഷോമേസ് പുള്ളിക്കാരനെ പറ്റുന്ന രീതിയിൽ ഒരു ബാരിയർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് ചാടിയിട്ട് ചോദിക്കുന്നുണ്ട്, മൗണ്ടൻ ഈറ്റർ, നീ എന്താണ് ഇവിടെ എൽബഫ് ചെയ്യുന്നത്? നീ എന്തൊക്കെ പറഞ്ഞിട്ടും എത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗബാൻ ഷോമേസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നാമി ബാക്കിയുള്ളവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടാ പുള്ളിയാണ് ഗബാൻ, യാസാൻ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ഞാനും ലൂഫി സോറയും പുള്ളിക്കാരനെ കണ്ടിരുന്നു. എന്നാൽ അവരെ രണ്ടുപേരെയും പുള്ളി വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഓവർവെൽം ചെയ്യുന്നത്. അത് മാത്രമല്ല മറ്റേ പയ്യനെ ഓർമ്മയുണ്ടോ, കോളോൺ, അവൻ്റെ അച്ഛനുമാണിത്. അപ്പോൾ റോബിൻ പറയുന്നുണ്ട്, അത് ഗബാനല്ലേ, ഞാൻ കേട്ടത് ശരി തന്നെയല്ലേ? അപ്പോൾ ജിംബെ പറയും, അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റെയിലിയുടെ ഈക്വലാണ്, പൈററ്റ് കിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാൻ ഇങ്ങനെ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ ഒരു സമയത്ത് ചോപ്പർ പറയുന്നുണ്ട്, അല്ല അവൻ്റെ ജാക്ക് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്തത്, അതെന്താണ് കാര്യം? എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് റോബിൻ പുള്ളിക്കാരൻ്റെ പവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിംബെ പറയും, റോബിൻ ഒന്ന് നിർത്ത്, നിന്റെ പവേഴ്സുമായിട്ട് അതൊരു ടെറിബിൾ മാച്ചപ്പാണ്, അതുകൊണ്ട് നിർത്ത്. ഈ ഒരു സമയത്ത് ഷോമസ് കിടന്ന് കാറുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ക്രിംസൺ ലോട്ടസ് യൂസ് ചെയ്യും. ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ചുറ്റിനുള്ള എല്ലാം ത്രോൺസ് ആയിട്ട് മാറും. അങ്ങനെ നമ്മുടെ ഗബാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുള്ളിക്കാരൻ അത് കിടന്ന് കറങ്ങി അതൊക്കെ ഒന്ന് ഡിഫെൻഡ് ചെയ്തിട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ഷോമസിനെ മുറിച്ചങ്ങോട്ട് കളയും. പുള്ളിക്കാരൻ്റെ സോഡും പുള്ളിക്കാരനെ രണ്ടായിട്ട് മുറിച്ച് കളയും. നമ്മുടെ ഗബാന് താഴത്തേക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം അവിടെ മുഴുവൻ ആ ക്രിംസൺ ലോട്ടസിൻ്റെ ആ ഒരു ത്രോൺസ് ഉണ്ടല്ലോ. പുള്ളി നേരെ ഫ്രണ്ടിലേക്ക് ചാടിയിട്ട് കൊളോൺ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കൊളോൻ്റെ നേരെ ഓടുവാണ്. ഈ ഒരു സമയത്ത് എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി. അവൻ പറയുന്നുണ്ട്, അവൻ ഇത്ര സിമ്പിളായിട്ടാണ് അവനെ ഡിഫീറ്റ് ചെയ്തത്. ശരിയാണ്, ഒരു ഹോളിനെ തന്നെ ഷോമീസിനെ പോലെ ഒരാളെ വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഗബാൻ ഡിഫീറ്റ് ചെയ്തത്. ഈ ഒരു സമയത്ത് ചോപ്പറും ഗബാൻ്റെ പുറകെ ഓടുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ചോപ്പർ നീ ഇതെവിടേക്ക് പോകുന്നു? പുള്ളി ഒരു ഇമ്മോർട്ടലുള്ള ഒരാളെയാണ് ഇത്ര എളുപ്പത്തിൽ ഡിഫീറ്റ് ചെയ്തത്, ഇത്ര എളുപ്പത്തിൽ കട്ട് ചെയ്തത്. സോ ആ ഒരു പവറിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടിയാൽ അതൊരു ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗബാൻ്റെ പുറകെ നമ്മുടെ ചോപ്പറും ചെല്ലുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്കൂളാണ്. ആ സ്കൂളിൽ ചെറുതായിട്ട് കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ക്യുലിംഗം പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ചെയ്തത് നന്നായി, ഇത്രയൊക്കെ മതിയാവെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കോളെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഒരു ആരോ കൊണ്ട് നമ്മുടെ ആ ഒരു ലൈബ്രറിയുടെ നേരെ പിടിക്കുവാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ആ ഒരു അറ്റാക്കും ചെയ്ത് ലൈബ്രറിയും കത്തിക്കുന്നുണ്ട്. ദൂരത്ത് ഇതെല്ലാം കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ റോബിനും നിൽക്കുന്നുണ്ട്. നമ്മുടെ ജാറിലാട്ടെ നല്ല കരച്ചിലാണ്. കാര്യം ആ ഹിസ്റ്ററിയും ആൻസിസ്റ്റേഴ്സിൻ്റെ ഓരോ വേർഡ്സും എല്ലാം ഇപ്പോൾ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോൾ പുള്ളിക്കാരനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിളിംഗം പറയുന്നുണ്ട്, ഗുങ്കോ ആ കൊച്ചിനെ തിരിച്ചു വിളിച്ചോ? അങ്ങനെ ആ കൊച്ചിനെ തിരിച്ച് അവൾ വിളിക്കുന്നുണ്ട്. അവളാട്ടെ നന്നായിട്ട് കിടന്ന് കരയുന്നുണ്ട്. അതുമാത്രമല്ല എല്ലാവരും ക്ഷമയും പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്, ഞാൻ ജീവനോട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാര്യം കിടന്ന് കരയുവാണ് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ ഒരു സമയത്ത് ദൂരത്ത് നിന്ന് കൾച്ചറൽ ഹിസ്റ്ററി, ചിൽഡ്രൻസ്, ഇവിടുത്തെ മിലിറ്ററി ഒന്നിലും നിങ്ങൾക്ക് തൊടാൻ അനുവാദമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗബാൻ നമ്മുടെ ഗുങ്കോൻ്റെ നേരെ ഓടി വരുന്നുണ്ട്. പൈററ്റ് കിങ്ങിൻ്റെ ക്രൂ, നിനക്കറിഞ്ഞൂടെ, നീ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോരുത്തരും മരിക്കുന്നതായിരിക്കും. അപ്പോഴാണ് ബാക്കിയുള്ള പിള്ളേരൊക്കെ നമ്മുടെ ഗബാനെ കാണുന്നത്. അവർ കിടന്ന് കാണുന്നുണ്ട്, യാസാൻ വന്നു. അപ്പോൾ നമ്മുടെ ഗബാൻ പറയുന്നുണ്ട്, കൊളോൺ കഷ്ടമുണ്ട്, മിണ്ടല്ലേ എന്ന് പറയാൻ നേരത്തെ തന്നെ നമ്മുടെ കൊളോൺ കിടന്ന് കാറാൻ തുടങ്ങും. അച്ഛാ എന്നെ രക്ഷിക്ക്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, എല്ലാവരും സേഫാണ്, പക്ഷെ ഞങ്ങളെ രക്ഷിക്കുന്ന പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കിടന്ന് കാറാൻ തുടങ്ങും. ഇത് നമ്മുടെ ഗുങ്കോ ശ്രദ്ധിക്കും. ഗബാൻ ഒരു അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗുങ്കോ നമ്മുടെ കൊളോൻ്റെ നേരെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് കൊളോൻ്റെ നേരെ കത്തി വെച്ചിട്ട് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനിവനെ കൊന്നിരിക്കും. ഈ ഒരു സമയത്ത് ഗബാൻ എന്ത് ചെയ്യണമെന്നറിയാമല്ല. പുള്ളിക്കാരന് മനസ്സിലായി ഇത് പുള്ളിക്കാരൻ്റെ അവസാനത്തെ ചാൻസാണ്. പുള്ളിക്കാരൻ ഇപ്പം ആക്ട് ചെയ്താൽ എൽബഫ് രക്ഷപ്പെടും, ബാക്കിയുള്ളത് എല്ലാം രക്ഷപ്പെടും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗബാൻ കിടന്ന് കാണുന്നുണ്ട്, കൊളോൻ ഒറ്റ സെക്കൻഡ് മതി, ഒരു സെക്കൻഡ് നീ പിടിച്ചിരിക്കും, നീ ഒരു സ്ട്രോങ് കിഡാണെന്ന് എനിക്കറിയാം. അച്ഛൻ എനിക്ക് മനസ്സിലായി, ഞാനൊരു വാരിയർ തന്നെയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുള്ളിക്കാരനെ ഡിഫീറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗുങ്കോ പറയുകയും ചെയ്യും, നീ ഒരു കാര്യം ആലോചിച്ചോണം,
ജീവൻ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. സോ ഈ ഒരു സമയത്ത് ഗവാന്റെ മുമ്പിലൂടെ തൻ്റെ പഴയ കാലങ്ങൾ, അതായത് കൊളോൺ ജനിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഓടി മറിയും. ഗുങ്കോ ചെറുതായിട്ട് കൊളോന്റെ കഴുത്തിലേക്ക് കത്തി വെച്ച് അവിടുന്ന് ചെറുതായിട്ട് ചോരയൊക്കെ ഒലിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്ത് മാറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഗവാൻ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ആ ഒരു സൈറ്റ് പുള്ളിക്കാരൻ കാണുന്നത്. ഗവാന്റെ കഴുത്തിലൂടെ ഗുങ്കോ സോഡ് കുത്തി ഇറക്കിയിരിക്കുന്നത്. അതൊരു ഫ്യൂച്ചർ സൈറ്റ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, വേണ്ട നിർത്ത്, ഞാൻ ഗിവ് അപ്പ് ചെയ്തു. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഗവാൻ നമ്മുടെ ഗുങ്കോൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരി ഇവനെ അറ്റാക്ക് ചെയ്ത് നേരെ താഴത്തേക്ക് ഇടുന്നുണ്ട്. അതായത് ആ കൊക്കയിലേക്ക് വീഴുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ചോപ്പറും കാണുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കിടന്ന് കരയുന്നുണ്ട്. നമ്മുടെ കൊളോനും കിടന്ന് കരയുന്നുണ്ട്, ഡാഡി ഡാഡി എന്ന് വിളിച്ചുകൊണ്ട്. എന്നാൽ കൊളോൺ ഈ ഡാഡി എന്ന് വിളിക്കാൻ നേരത്താണ് ഗുങ്കുവിൻ്റെ മനസ്സിലേക്ക് ആ ഒരു ഓർമ്മ, അവൾക്ക് പോലും അറിയാൻ മേലത്ത ഏതൊരു ഓർമ്മ പുള്ളിക്കാരുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നത്. അത് പണ്ടത്തെ ഒരു ഓർമ്മയായിരുന്നു. അവിടെ പുള്ളിക്കാരി ഒരാളുടെ കയ്യിൽ പിടിച്ച് പാട്ട് പാടുന്നത് കാണാൻ സാധിക്കും. അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടിയും ആ ഒരു സൗണ്ട്, ആ ഒരു ചിരി കേൾക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ ബ്രോക്കിനെ പോലെ തന്നെയായിരുന്നു. യോഹോ എന്നായിരുന്നു ആ ഒരു ചിരി. പെട്ടെന്ന് ഗുങ്കയ്ക്ക് എന്തോ പോലെ തോന്നി. പുള്ളിക്കാരി പറയുന്നുണ്ട്, ബ്രോക്ക് ബ്രോക്ക് അത് നീ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കിൻ്റെ അടുത്തേക്ക് ഓടിയപ്പോഴാണ് ആ ഒരു സംഭവം അവിടെ ഉണ്ടായത്. അവൾ പെട്ടെന്ന് നിൽക്കുന്നുണ്ട്. കില്ലിംഗോ ഞെട്ടിപ്പോയി. കാര്യം അവരുടെ മനസ്സിൽ, അതായത് ഓരോ ഹോളി നൈറ്റിൻ്റെ തലയിലും ഒരു ശബ്ദം മുഴങ്ങാൻ തുടങ്ങും. നിന്നോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് എത്ര നേരമായി, ഹോളി ലാൻഡ് ഇപ്പോൾ കത്തി എരിയുവാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മിലിറ്ററി ഫോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗുങ്കോനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നിട്ട് ഗുങ്കോ പറയുന്നുണ്ട്, കാണിച്ചു തരും ഈ ലോകം, ഈ ഒരു സ്ഥലം എങ്ങനെയാണ് ഒരു ദൈവം ഡോമിനേറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു പറയുന്നത്, നമ്മുടെ ഈമു ആയിരുന്നു. ഈമു ഇപ്പോൾ കറൻ്റ്ലി ഗുങ്കോയുടെ ബോഡി പൊസസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ചാപ്റ്റർ 1149 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? സോ ഈ ഒരു ചാപ്റ്ററിന് എന്നെ സംബന്ധിച്ചോളം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അടുത്തൊരു ചാപ്റ്ററിന് വേണ്ടി ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആണ്. എന്തായാലും ചൊവ്വാഴ്ച നമുക്ക് ലീക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച രാത്രി അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ലീക്സിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അത് മിസ്സക്കാരിക്കാൻ വേണ്ടി പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.